അപ്പം നമ്മളിന്ന് ഈ ചീര വെച്ചിട്ടാണ് ഒരു കറി ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്, തേങ്ങ ഒന്നും ചേർക്കണ്ട. ഓക്കെ, അപ്പം ഞാനിത് കഴുകിയിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാനതിനായിട്ട് ചീര കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് വന്നിട്ട് 2 കൈ നിറയുണ്ട്, 2 കൈപ്പിടിയുണ്ട്. 1 ടൊമാറ്റോ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 പച്ചമുളക്, 1/2 കപ്പ് പയറുപരിപ്പ്. ഇത് നല്ല വാഷ് ചെയ്തിട്ട് നമുക്ക് കുക്കറിലിട്ട് കൊടുക്കണം. ഇത് ഇത്രയും നമുക്ക് കുക്കറിലിട്ട് വേവിച്ചെടുക്കാനുള്ളതാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഒരു സവാള ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ചെറുതായിട്ട്. അത് നമുക്ക് വഴറ്റി ചേർക്കാനുള്ളതാണേ. അപ്പം ഞാനത് കഴുകിയെടുത്തു. ഇനിയിപ്പം നമ്മുടെ ടൊമാറ്റോയും പച്ചമുളകും ഇട്ട് കൊടുത്താണ്. ഓക്കെ, പിന്നെ ചീര നമുക്ക് പിന്നെ വഴറ്റിയെടുക്കാനുള്ളതാണ്. പച്ചമുളക് ഇട്ട് കൊടുത്തു. ഇനിയിപ്പോൾ ഇത് മുങ്ങുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് വെള്ളം വരെ ഒഴിക്കാം. ഓക്കെ, അപ്പം ഇത് നമുക്കൊരു 3 വിസിൽ വെച്ച് കൊടുക്കാം. ഞാൻ ഗ്യാസ് ഓൺ ചെയ്തു. നമുക്കിത് വെച്ച് കൊടുക്കാം. ഒരു 3 വിസിൽ വരട്ടെ. ചെറുപയർ പരിപ്പായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ട് 2 സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. എന്നിട്ടതിൽ വറ്റൽമുളക്, ഒരു 2 വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. കടുക് ഒന്ന് പൊട്ടട്ടെ. കറിവേപ്പില വേണമെങ്കിൽ ചേർക്കാം. ഞാനിവിടെ ഇലക്കറി ആയതുകൊണ്ട് കറിവേപ്പില ചേർക്കുന്നില്ല, അത്രയേ ഉള്ളൂ. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. നീളത്തിലും കട്ട് ചെയ്യാൻ കേട്ടോ. ഞാൻ പിന്നെ പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടി ഞാൻ കട്ട് ചെയ്തേ ഉള്ളൂ. മറ്റേ അടുത്ത സ്റ്റൗവിൽ നമ്മുടെ കരിക്ക് വെന്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതാണ് ഇച്ചിരി കേട്ടത്. വഴണ്ട് കിട്ടട്ടെ. നമ്മുടെ സവാള വഴണ്ടിട്ടുണ്ട്. ഇതിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചീര ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കിത് ഈ സവാളയുടെ കൂടെ വഴറ്റിയെടുക്കാം. ചീര ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് വാടിക്കിട്ടും. ചീരൊന്ന് നല്ല രീതിയിൽ വെന്ത് കിട്ടട്ടെ. അത് പകുതി വഴണ്ട ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കാം. നീങ്ങുന്ന രീതിയിൽ ചായ വെള്ളം ഒഴിക്കാം. ചീര സാധാരണ മൂടി വെച്ച് വേവിക്കാൻ പാടില്ല എന്ന് പറയുന്നത്, നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതിനെ വേവിക്കാം. 3 വിസിൽ വന്നിട്ട് സ്റ്റീമൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. കണ്ടോ, വെള്ളം ഒഴിച്ചത് കറക്റ്റായിട്ടുണ്ട്. നമ്മുടെ പയറുപരിപ്പും വെന്ത് കിട്ടിയിട്ടുണ്ട്. വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് നമ്മുടെ ചീര വെന്തതിൽ ചേർത്ത് കൊടുക്കാം. ചീര നല്ലതായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ വെന്തിരിക്കും. നല്ല ചീരയാണ്. പക്ഷെ ഇതിന് തണ്ട് ചേർക്കരുത് കേട്ടോ. ചീരയുടെ കൂടെ തണ്ട് ചേർക്കുകയാണെങ്കിൽ വെന്ത് കിട്ടാൻ താമസിക്കും. ഇല മാത്രമേ ചേർക്കാവൂ. അപ്പോൾ നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. എത്ര ഗ്രേവി ആവശ്യമോ അതുപോലെ അനുസരിച്ച് വെള്ളം ചേർത്തോളാം കേട്ടോ. ഇനിയിപ്പോൾ ഞാനിതിൽ കുറച്ച് സാമ്പാർ പൊടി ചേർക്കുന്നു. 1 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി ചേർക്കാം. നമുക്ക് 1 ടേബിൾ സ്പൂണാണേ. ഇതിൻ്റെ കുറച്ച് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതും ചേർക്കുക.
ഉപ്പ് നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്തോളാം. കുറച്ചുകൂടെ വെള്ളം ചേർക്കാം. നമ്മളിത് തേങ്ങ ചേർക്കുന്നില്ല, തേങ്ങ വേണമെങ്കിൽ അരച്ച് ചേർക്കാം കേട്ടോ. കുറച്ച് തേങ്ങ, ഒരു 2-3 ടേബിൾ സ്പൂൺ തേങ്ങയും ശകലം ജീരകവും കൂടെ അരച്ചിട്ട് ഇതിൻ്റെ കൂടെ ചേർക്കാം. ആവശ്യമുള്ളവർ ചേർക്കാം. ഞാനിപ്പോൾ തേങ്ങ ചേർക്കുന്നില്ല. പക്ഷേ ഈ കറി നമുക്ക് ചപ്പാത്തിക്ക്, ദോശയ്ക്ക് എല്ലാത്തിനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ചോറിന് നമ്മളിനി ഇതിൽ കടുക് വറുത്ത് ചേർക്കൊന്നും വേണ്ട. ഞാനൊന്ന് ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കട്ടെ. ഇങ്ങനെ കട്ടിക്ക് തന്നെ ഇരുന്നോട്ടെ, അതാണ് നല്ലത്. ചോറിൽ ഒഴിച്ച് കഴിക്കാൻ നല്ലതാണ്. ഉപ്പ് പോരാ, ഞാൻ ഇത്രയും ഉപ്പ് കൂടി ചേർക്കുന്നേ. ഒന്നുകൂടെ ഉപ്പ് ടേസ്റ്റ് നോക്കാം. ഇനി കായപ്പൊടി ഒന്നും ചേർക്കണ്ട, വെച്ചാൽ നമ്മൾ സാമ്പാർ പൊടി ചേർത്തല്ലോ, അതുകൊണ്ട് അതൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഈ പരിപ്പൊക്കെ നല്ല രീതിയിൽ വേകണം. ഒരു നുള്ളുപ്പിൻ്റെ കുറവുണ്ട്. ചീര പുളി ചേർക്കാത്ത കറിയാണ്, അതുകൊണ്ട് ഉപ്പ് സൂക്ഷിച്ച് ചേർത്തോണം. ഉപ്പ് പെട്ടെന്ന് തന്നെ കൂടിപ്പോകും. ഇവിടെ ഞാൻ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയതാണ് ഈ കറി. ഒരു പ്രാവശ്യം 2-3 പ്രാവശ്യം ഉണ്ടാക്കി. അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. മതി, സാൾട്ട് കറക്റ്റായിട്ടുണ്ട്. പക്ഷെ നമ്മൾ പച്ചമുളക് 2 ചേർത്തിട്ടുണ്ട്. സാമ്പാർ പൊടിയും കൂടെ ചേർത്തപ്പോൾ എരിവ് നോർമലായിട്ടുണ്ട്. അപ്പോൾ ഒന്ന് എല്ലാം കൂടെ പിടിക്കാനായിട്ട് ഒന്ന് തിളച്ചോട്ടെ. തേങ്ങയൊന്നും ചേർക്കാത്തതുകൊണ്ട് കുറച്ച് തിളപ്പിക്കുകയും ചെയ്യാം. അഥവാ നമുക്ക് പണിയും കുറവാണ്. ഹെൽത്തി ആയിട്ടുള്ള ഒരു കറിയും കൂടിയാണ് അല്ലേ. ഒരു മിനിറ്റ് ഒന്ന് തിളച്ചോട്ടെ. മതി, തിളച്ച് മതി. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യണേ. നമുക്ക് വേറെ ബൗളിലോട്ട് മാറ്റാം. നമ്മുടെ ചീരയും ചെറുപയർ പരിപ്പും കൂടെ ഉള്ള കറി സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ജോലിയും വളരെ കുറവാണ്. കൂടുതൽ ഇൻഗ്രീഡിയൻസും ഒന്നും ആവശ്യമില്ല. നല്ല ടേസ്റ്റും ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഹെൽത്തിയും ആണ്. കുട്ടികൾക്കൊക്കെ ഇത് കൊടുത്താൽ എരിവൊന്നും കൂടുതലൊന്നും ഇല്ലല്ലോ. അത് കാരണം കുട്ടികളൊക്കെ ഇഷ്ടമായിട്ട് കഴിച്ചോളൂ. ഓക്കെ, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ.